ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫോണിന് വളരെ അത്യാവശ്യമായി എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ സൈസ് വളരെ കുറവാണ്. 1 MB താഴെ മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ ലിങ്കിൽ നിന്ന് എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മുകളിൽ വലതുഭാഗത്തായിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് കാണാം. ജസ്റ്റ് നിങ്ങൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അവിടെ സ്കിപ്പ് ആഡ് എന്ന ബട്ടൺ കാണാം. നിങ്ങൾ ഈ സ്കിപ്പ് ആഡ് ബട്ടൺ മാത്രം പ്രസ് ചെയ്യുക. വേറെ എവിടെയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്കിപ്പ് ആഡ് മാത്രം പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് വീണ്ടും തെളിഞ്ഞു വരും. പ്ലീസ് വെയിറ്റ് 5 സെക്കൻഡ് എന്നുള്ള ഒരു പേജ് തെളിഞ്ഞു വരും. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാതെ, ഇവിടെ താഴെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഇതേപോലെ സ്കിപ്പ് ആഡ് എന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് ഇതിൽ മാത്രം പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ നെയിം വിത്ത് ഡൗൺലോഡ് എന്ന ബട്ടൺ അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെ ഫംഗ്ഷനാണ് ഇതിനകത്തുള്ളത്, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ CPU റണ്ണിംഗ് മീറ്റർ ഇവിടെ കാണാം. അതേപോലെ തന്നെ റാം റണ്ണിംഗ് മീറ്റർ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാം. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ബാറ്ററിയുടെ ലെവൽ കാണാം, ഫോണിന്റെ ടെമ്പറേച്ചർ കാണാം, ഫോണിന്റെ വോൾട്ടേജ് കാണാം. അതേപോലെ ഒരുപാട് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണാം. ജസ്റ്റ് നിങ്ങൾ CPU ഒന്ന് പ്രസ് ചെയ്യുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPU ഒറ്റ ക്ലിക്കിൽ തന്നെ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് 560 MB ഒറ്റ ക്ലിക്കിൽ തന്നെ ക്ലിയർ ആയിരിക്കുകയാണ്. അതേപോലെ റാം എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എക്സ്ട്രാ 3 ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിരിക്കുകയാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ക്ലീനർ എന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫയലുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ഫയലുകളും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ കാണാം, ഇവിടെ ടെമ്പററി ക്യാച്ച് ഫയലാണ്. ഇതൊക്കെ ക്യാച്ച് ഫയലാണ്. ഏറ്റവും ടോപ്പിലൊക്കെ ക്യാച്ച് ഫയൽ. ഇതൊക്കെ നമ്മുടെ ഫോണിന് ആവശ്യമില്ലാത്ത ഫയലുകളാണ്. എംടി ഫോൾഡർ, ഗൂഗിൾ പ്ലേ ഹിസ്റ്ററി, ജിമെയിൽ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് വേണ്ടാത്ത ഒരുപാട് ഫയലുകളാണ്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതൊക്കെ ഫോണിൽ വെറുതെ എററാക്കി എടുക്കുന്ന ഫയലുകളാണ്. അതേപോലെ തന്നെ അതിന് താഴെയായി നമുക്ക് ഇതിന്റെ ബാറ്ററി യൂസേജിന്റെ മീറ്റർ കാണാം. ബാറ്ററി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റപ്പ് മാനുവൽ എന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ സെറ്റപ്പ് മാനുവൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സെലക്ട് ഐറ്റം ടു കിൽ ഓൺ ദ ടാബ്. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പായിട്ട് എഴുതി കാണാം. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ ഓട്ടോമാറ്റിക് ആയിട്ട് കിൽ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വാട്സപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല, കാരണം വാട്സപ്പ് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് വാട്സപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല. ബാക്കി നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇവിടെ മെനു ബാറിൽ സെറ്റിംഗ്സിൽ പോയി ഓട്ടോ സ്റ്റാർട്ട് എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ ബൂസ്റ്റ് എന്നൊരു ബട്ടൺ കൂടി കാണാം. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോൺ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓട്ടോ ബൂസ്റ്റ്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഓട്ടോ ബൂസ്റ്റ് ഫ്രീക്വൻസി എന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ പ്രസ് ചെയ്ത് 10 മിനിറ്റ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ 10 മിനിറ്റും നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ബൂസ്റ്റ് ആവുന്നതാണ്.
അതേപോലെ തന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇഗ്നോർ ലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് ഇഗ്നോർ ആക്കി വെക്കേണ്ടത് അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിന് തൊട്ട് താഴെ ഓട്ടോ ബൂസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന ടിക്ക് കാണാം. അത് നിങ്ങൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അതിന് താഴെയായിട്ട് ഓട്ടോ ക്യാച്ച് ക്ലിയർ എന്നൊരു ബട്ടൺ കാണാം. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഓട്ടോ ക്യാച്ച് ക്ലിയർ ഫ്രീക്വൻസി എന്നൊരു ബട്ടൺ കാണാം. അതിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ 6 അവർ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ക്യാച്ച് ഫയലുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ 6 മണിക്കൂർ കഴിയുമ്പോഴും ക്ലിയർ ആവുന്നതാണ്. നിങ്ങൾക്ക് അതിന് താഴെ ഓട്ടോ ക്ലിയർ നോട്ടിഫിക്കേഷൻ ക്യാച്ച് ക്ലിയർ നോട്ടിഫിക്കേഷൻ എന്ന ബട്ടൺ കാണാം. അതിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓരോ 6 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ക്ലിയർ ആയിട്ടുണ്ട് എന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതേപോലെ നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസും റാമും ക്ലീൻ ചെയ്ത് ഫോണിന്റെ മാക്സിമം പെർഫോമൻസ് നിങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണാം. ഇതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫയലാഗ് ലഭിക്കുക. ഇതിൽ ഏറ്റവും താഴെയായിട്ട് ക്വിക്ക് ബൂസ്റ്റ് എന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്വിക്ക് ബൂസ്റ്റ് ആവുന്നതാണ്. ഇതേപോലെ ആപ്ലിക്കേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായി ക്ലിയർ ചെയ്ത് റാം മാക്സിമം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഈ ഓട്ടോമാറ്റിക് ക്വിക്ക് ബൂസ്റ്റിലുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. സെറ്റിംഗ്സ് ഒരുപാടുണ്ട്. ബാച്ച് ഇൻസ്റ്റാളർ ബാക്കപ്പ് ഒരുപാട് സെറ്റിംഗ്സ് ഇതിനകത്തുണ്ട്. ഇതിലൊന്നും പോകാതെ നമ്മൾ ഈ സെറ്റിംഗ്സ് മാത്രം ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം കൂടുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ മാക്സിമം ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ ടിപ്സുകൾ ലഭിക്കാൻ നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ സെർച്ച് ബാറിൽ അബ്ദുൽ നാസർ TGI എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജിന് ഒരു ലൈക്ക് കൊടുക്കുക. അതിനുശേഷം ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പുതിയ ടിപ്സുകൾ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്.